എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ആരോടാ ചോദിക്കുന്നത്? തങ്ങളോടാ നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങ് പ്രവേശിച്ചതായ വഴിയുണ്ട്, അങ്ങ് കടന്നതായ സഞ്ചരിച്ചു പോയ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ഉന്നത നിലവാരം കരസ്ഥമാക്കിയ അള്ളാഹുവിന്റെ ഇഷ്ടവും അടുപ്പവും നേടിയ വഴിയുണ്ട്. അങ്ങ് അങ്ങനെ പ്രവേശിച്ച വഴിയുണ്ടല്ലോ, ആ വഴി എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് കാണിച്ചു തരണേ. നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഉടമസ്ഥനാണ്. അതിന് കൈകാര്യം ചെയ്യാനും അത് നൽകാനും വിതരണം ചെയ്യാനും അർഹതയുള്ളവരാണ്. അതുകൊണ്ട് ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ എന്റെ ഹൃദയത്തിൽ ഒരു ഉൾക്കാഴ്ച, ഒരു വെളിച്ചം, ഒരു തെളിച്ചം നൽകണേ. ഒരുപാട് നാശങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്നതായ ആ തീജ്വാലയിൽ നിന്ന് എന്റെ ഹൃദയത്തെ രക്ഷിക്കണേ. സർവ ഔലിയാക്കളുടെയും ചക്രവർത്തിയായിട്ടുള്ള മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നമ്മളെല്ലാ ദിവസവും രാത്രി ഇശാ കഴിഞ്ഞിട്ട് ചൊല്ലാറുണ്ട്, ചോദിക്കാറുണ്ട്, തങ്ങളോട് സഹായം തേടലുണ്ട്. ആ തങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്, മോനെ, എന്റെ കൈകാര്യങ്ങളും ക്രയവിക്രയങ്ങളും പ്രവർത്തികളും സംസാരങ്ങളും എന്ന് വേണ്ട സർവ്വചലന നിശ്ചലങ്ങളും അനക്കങ്ങളും അടക്കങ്ങളും ഒക്കെ അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിനെ മുറാഖബ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കൈകാര്യമല്ലാത്തതായിട്ടാണല്ലോ എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? എന്താണ് സംഭവം? അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്നവരുടെ കൈകാര്യമല്ല നിങ്ങൾ കാണുന്നത്. അള്ളാഹുവിനെ ഭയക്കുന്നവരാകുമ്പോൾ അതിൻ്റെതായ സൂക്ഷ്മതയും ഒരു കൃത്യതയും ഒക്കെ അതുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുന്നില്ലല്ലോ. എന്താണ് ചെയ്യുന്നത്? തന്റെ സദസ്സിനോട് സംബോധന ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, മഹാനവറുകള് നമുക്കും ബാധകമാണ്. കാരണം അന്നത്തേക്കാൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മുടെ ജീവിതം. നല്ല അവസ്ഥകളും നല്ല ആളുകളും ലോകത്തിന്റെ വിവിധ കോണുകളിൽ യഥേഷ്ടം ഉണ്ടെങ്കിലും ശരി, അവരെ ശ്രദ്ധിക്കുവാനോ അവരുടെ പാദം പിന്തുടരുവാനോ അവരുടെ ഉപദേശങ്ങൾ കേൾക്കുവാനോ കൂടുതൽ ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതല്ലേ വർത്തമാനകാല വിശേഷങ്ങൾ നമ്മെ അറിയിക്കുന്നത്, സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതല്ലേ. ആനവர்கள் പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഷെറിന്റെയും ഫസാദിന്റെയും ആളുകളോടാണ് നിങ്ങൾക്ക് ബന്ധം. നല്ല ആളുകളോട് ബന്ധം കുറവാണ്. നിങ്ങൾ ബന്ധപ്പെടുന്നത് ആരോടാ? അഹ്ലെ ഷെറി, തിന്മയുടെ വാഹകരോടാണ്, ദുഷിച്ച സ്വഭാവക്കാരോടാണ്, ദുഷ്പ്രവൃത്തികളിൽ കഴിയുന്നവരോടാണ് നിങ്ങളുടെ ബന്ധമുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് അള്ളാഹുവിനെ മുറാഖബ ചെയ്യാൻ, അവനെ ഭയക്കുവാൻ സാധിക്കാത്തത്. തന്നെയുമല്ല, അള്ളാഹുവിന്റെ അടുപ്പക്കാരും ഇഷ്ടക്കാരുമാകുന്ന ഔലിയാക്കളോടും മഹാരഥന്മാരോടും നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബന്ധം മുഴുവനും ആരോടാ? അള്ളാഹുവിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, ചെയ്യുന്ന, പറയുന്ന തിന്മയുടെയും ദൂഷ്യത്തിന്റെയും ആളുകളോടാണ് നിങ്ങളുടെ ബന്ധവും സഹവാസവും. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിന്റെയും അവന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തൃപ്തിക്കും അവിടുത്തെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന, പിൻപറ്റി ജീവിക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കളോടും മഹത്തുക്കളോടും നിങ്ങൾക്ക് ബന്ധമില്ല. അവരോട് നിങ്ങൾ കലർച്ചയാണ്. തീർന്നില്ല. പിന്നെ എന്താ സംഭവിച്ചത്?
അത് ഫർറഗത ഖൽബക, നിന്റെ ഹൃദയത്തെ നീ ഒഴിവാക്കി കളഞ്ഞു. എന്തിൽ നിന്ന് ഒഴിവാക്കി? മിനൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആലയെ തൊട്ട് നിന്റെ ഹൃദയത്തെ ഒഴിവാക്കി കാലിയാക്കി വെച്ചു. റബീഉൽ പ്രഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. റൗദുല്ലാഹിന്റെ മറ്റൊരു പ്രഭാഷണം ഫർറഗ ഖൽബക ലിമഅരിഫതി റബ്ബിക അസ്സ വജല്ല. ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിന്റെ ഹൃദയത്തെ നീ അല്ലാഹുവിന്റെ മഅരിഫത്തിന് വേണ്ടി ഒഴിവാക്കി വെക്കണേ. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ വേറെ യാതൊന്നിനെയും നീ കയറ്റി കൂട്ടരുത്, കുത്തി നിറച്ചു വെക്കരുത്, പ്രവേശിപ്പിക്കരുത് എന്ന് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനുഭാവൻ നമ്മളോട് പറയുന്നു, നമ്മുടെ ഈ മോശമായ അവസ്ഥ, മോശമായ മാനസിക സ്ഥിതി കണ്ടുകൊണ്ട് മഹാനവകൾ നമ്മോട് പറയുകയാണ്, ഖദ് ഫർറഗത ഖൽബക മിനൽ ഹഖ് അസ്സ വജല്ല. നമ്മുടെ ഹൃദയത്തിൽ പ്രഥമവും പ്രധാനവും നിത്യവുമായി വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് നീ നിന്റെ ഹൃദയത്തെ ഒഴിവാക്കി കളഞ്ഞല്ലോ മോനെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിനെ മുറാഖബ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ശരിയായൊരു അടിമയായി, അവന്റെ അടിമയായി, അവന്റെ ദാസനായി ജീവിക്കാൻ നിനക്ക് കഴിയാത്തതെന്ന് ആരാ ചോദിക്കുന്നത്? യാ സയ്യിദി സനദി ഔദി വയാ മദദി കുല്ലി വൈറൻ അലൽ അല്ലാഹുവിന്റെ പ്രതിനിധിയായി കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയും വിശുദ്ധ ദീനിന്റെ സാധ്വര തീരത്തേക്ക്, അതിന്റെ അകക്കാമ്പിലേക്കും ഒക്കെ ജനമനങ്ങളെ വഴി നടത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മഅരിഫത്ത് കൊണ്ട് സമ്പന്നമാക്കിയ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് വളരെ മോശമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച മഹാനായ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മളോട് പറയുന്നത്, നീ നിന്റെ ഹൃദയത്തെ അല്ലാഹുവിനെ തൊട്ട് ഒഴിവാക്കി കളഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ നിനക്ക് ഈ പറഞ്ഞ രീതിയിൽ ശരിയായ അല്ലാഹുവിന്റെ ശരിയായ അടിമയായി അവരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തത്. ഈ കാര്യങ്ങൾ തന്നെയല്ലേ, ഈ രീതികളിലൂടെ തന്നെയല്ലേ അവിടെ നിന്റെ ഖലീഫയായി തന്നെ ആന്ത്രോത്ത് ദ്വീപിൽ ജനിക്കുകയും മഹാനായ സയ്യിദ് ഐദ്രൂസ് വലിയുല്ലാഹി എന്ന് പറയുന്ന മഹാനവറുകളുടെ പുത്രനായി ആന്ത്രോത്ത് ദ്വീപിൽ ജനിച്ച ആലുവ കുന്നത്തേര് മഹ്മദത്തുൽ ഖാദിരിയായ പുണ്യസ്ഥാപനത്തിൽ മറപ്പെട്ട് കിടക്കുന്ന ബഹുവന്യരായ ശൈഖുനാ അൽ ഖുതുബുൽ ഫറഖുൽ ജാമിഉ ബൈന ശരീഅത്തി വൽ ഹഖീഖ ഇമാം ദാറുൽ വജൂദ് ശൈഖുനാ അൽ ഫضل സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു ആ വഴി തന്നെയല്ലേ നമുക്ക് കാണിച്ചു തന്നത്. അവിടെ നിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്, അവിടെ നിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തന്നത്, അവിടെ നിന്റെ ദൗത്യങ്ങളിലൂടെ, അവിടെ നിന്റെ സ്ഥാപനങ്ങളിലൂടെ, അവിടെ നിന്റെ ഖലീഫമാരിലൂടെ ഒക്കെയും നമ്മെ അങ്ങോട്ടാ വഴി നടത്തുന്നത് അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്കല്ലേ, ഹഖ് സുബ്ഹാനഹു വ തആലയിലേക്കല്ലേ. അതുകൊണ്ട് ആ മഹാനുഭാവനെയും അവിടെ നിന്റെ വഴിയെയും നമുക്ക് മറക്കാൻ സാധിക്കുമോ? നമ്മുടെ ഭൗതികമായ ചില അല്പസുഖത്തിന് വേണ്ടി, ചില സൗകര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിന്റെ ആ ഇഷ്ടക്കാരുടെയും ഒക്കെ ആ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി നമുക്ക് ആലോചിക്കാതെ പറ്റുമോ സഹോദര? ഇന്നുൽ ഹിജാബാകെ അഗതീനി രസിച്ചിതും പുണ്യമധുദൂബാക്കി കണ്ണയിൽ കുളിർപ്പിക്കും മഹദറാതന്നേ കരയിൽ വസിപ്പാൻ ഭാഗ്യം താവന്നേ. ആ മഹദറാതന്ന തനിച്ചതാതന്ന അൽഹദിയ, അഹദിയത്ത് എന്ന് പറയുന്നതായ ഉന്നതമായ മഹദുണ്ടല്ലോ, അതിന്റെ അപ്പുറം പിന്നെ ഒന്നും നേടാനില്ല. ആ അത്യുന്നതമായ ലക്ഷ്യത്തിലെ
എന്തിലേക്കാണ് മഹാനവറുകൾ നമ്മെ ക്ഷണിക്കുന്നത്, പ്രബോധനം ചെയ്യുന്നത്? അതല്ലേ അവിടത്തിന്റെ തേട്ടങ്ങളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്? ഇല്ലേ? ഇറയവൻ കൽപ്പിത്തത് പോലെ അരിമയുള്ള ഇതൊഴികെ ഇത് പടി എന്താണ് പറഞ്ഞ മോനെ, നിന്റെ ഭൗതിക പാരമ്പരിക താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്ക്. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച, അള്ളാഹുവിനെ കാണണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, യാ മൂസാ, ഓ മൂസാ നബിയെ, തരക്കേടില്ല, കുഴപ്പമില്ല, എന്നെ കാണണോ? കാണണമെങ്കിൽ വരിക, കടന്നു വരിക, 2 ചെരുപ്പുകളും അഴിച്ചു വെച്ച് മാറ്റി വെച്ചിട്ട് വരൂ. മഹാരഥന്മാരായ ആരിഫീങ്ങളും സൂഫിയാക്കളും വിശദീകരിക്കുന്നു ഏതാണ് ആ 2 ചെരുപ്പുകൾ. അൽ കൗനാദ്, 2 ലോകങ്ങളാണ് ദുനിയാവ് ആഖിറം എന്ന് പറയുന്ന ആ 2 ലോകങ്ങളുണ്ടല്ലോ, അത് രണ്ടും അല്ലാഹു അല്ലാത്തതാണെന്ന് നമുക്കെല്ലാവർക്കും സ്പഷ്ടവും വ്യക്തവുമായി അറിയാവുന്ന കാര്യമാണല്ലോ. ആ 2 ശക്തികളെയും ഒഴിവാക്കി വെച്ചുകൊണ്ട് നീ എന്നിലേക്ക് കടന്നു വരൂ, എന്നാൽ നിനക്ക് എന്നെ കാണാവുന്നതാണ് എന്ന് ആരോടാ പറഞ്ഞത്? അള്ളാഹുവിന്റെ നബിയാകുന്ന മൂസാ നബിയോടാണ് പറഞ്ഞത് എങ്കിൽ സഹോദരന്മാരെ, നാം എത്രത്തോളം ആലോചിക്കണം, നാം എത്രത്തോളം നന്നാകേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയം എത്രത്തോളം പരിശുദ്ധമാക്കേണ്ടതുണ്ട്, സംസ്കരിക്കേണ്ടതുണ്ട്, ശുദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശൈഖുനാ റളിയല്ലാഹു അൻഹു ഖാദി മദ്രസ നൂറുൽ ഇർഫാനാകുന്ന ഈ തസവ്വുഫിന് അല്ലാഹുവിലേക്ക് ഹൃദയത്തിനെ പാകപ്പെടുത്തുന്ന ആത്മസംസ്കരണ ജ്ഞാനമാകുന്ന ഈ തസവ്വുഫിന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ട് സ്ഥാപിച്ച മദ്രസ നൂറുൽ ഇർഫാൻ കോളേജിന്റെ ഭാഗ്യയാകുന്ന സ്ഥാപകരായ ശൈഖുനാ റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈറുൽ ജലാൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഖുലാസയും തൗഹീദ് എന്നും പറയുന്ന, നമ്മളൊക്കെ സാധാരണ തൗഹീദുമാണ് എന്ന് പറയുന്ന ആ കാവ്യ സമാഹാരത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, ഇറയവൻ കൽപ്പിത്താത് പോലെ ഇതൊഴികെ ദൂരെ വിടുന്നുണ്ടോ? ഇത് പടി ഇഹപരമെന്നാണ് ഉയരുണ്ടോ? അപ്പൊ ഹൃദയത്തിൽ എന്ത് മാത്രമേ ഉണ്ടാകാവൂ? അല്ലാഹു മാത്രമേ ഉണ്ടാകാവൂ. അല്ലാഹു അല്ലാത്ത യാതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, പ്രസ്താവിച്ചത്. അവന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മാർഗ്ഗദർശനം ചെയ്തത്, സ്വഹാബത്തുകൾക്ക് നമുക്ക് ദിശാബോധം നൽകിയത്, സുൽത്താനുൽ ഔലിയ അടക്കമുള്ള സർവ്വ ഔലിയാക്കളും ആരിഫീകളും അതിലേക്കാൾ നമ്മെ വഴി നടത്തിയത് ശൈഖുനാ ഖാദി മദ്രസ നൂറുൽ ഇർഫാൻ ശൈഖുനാ റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് നമ്മോട് പ്രബോധനം ചെയ്തത്, ഉത്ബോധനം ചെയ്തത്. തങ്ങൾ പറയുന്നു, ആ അവസ്ഥ കാണാത്ത ജനതയെ നോക്കിക്കൊണ്ട്, സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഖദ് ഫറഖത ഖൽബക മിനൽ ഹഖ് അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് നിന്റെ ഹൃദയത്തെ നീ ഒഴിവാക്കി കളഞ്ഞല്ലോ. മഹാ അപകടാവസ്ഥയല്ലേ, മഹാ ദുരിതാവസ്ഥയല്ലേ, സങ്കടകരമാണല്ലോ. നീ ചിന്തിക്കണേ, നിനക്ക് പരിവർത്തനം ഉണ്ടാകണേ, നിന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. തുടർന്ന് പറയുന്നു മഹാനവരുകള്, പിന്നെ നീ എന്താ ചെയ്തത്? ആ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഹഖ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ലെവലേശം ചിന്തയോ സ്മരണയോ ഓർമ്മയോ ഒന്നും ഇല്ലാതെയാക്കിയിട്ട് നീ എന്താ ചെയ്തത്? വമലതഹു മിനൽ ഫർഹി ബിദ്ദുനിയാ വഅഹ്ലിഹാ വഹിബാബിഹാ. അത്ര കൃത്യമായിട്ടാണ് നമ്മളോട് പറയുന്നത്. ഇതിപ്പോ ഇന്ന് പറയുന്നതായിട്ട് നമുക്ക് തോന്നും.
അതാണ് മഹാന്മാരുടെ വചനങ്ങൾ, അതാണ് മഹത്തുക്കളുടെ ദർശനങ്ങൾ. 898 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ പ്രഭാഷണം ഈ ഹിജറ 1443 എന്ന അത്യന്താധുനിക യുഗത്തിലെ ഈ ദിവസത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോടാണ് ഈ പറയുന്നത് എന്നതിൽ യാതൊരു സന്ദേഹവും ഉണ്ടാകാത്ത രീതിയിലാണ് വാക്യങ്ങളും വചനങ്ങളും വാചകങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇല്ലേ? എന്താ പറഞ്ഞത്? നീ അള്ളാഹുവിനെ കൂടിയിരുത്തേണ്ട, പ്രതിഷ്ഠിക്കേണ്ട, അള്ളാഹുവിനെ മാത്രം നിലനിർത്തേണ്ടതായ നിന്റെ ഹൃദയത്തെ നീ ദുനിയാവിനെ കൊണ്ട്, ദുനിയാവ് കൊണ്ടുള്ള സന്തോഷത്താൽ നിറച്ചു കളഞ്ഞല്ലോ. അങ്ങനെ ദുനിയാവിനെ കൊണ്ടും ദുനിയാവിന്റെ ആളുകളെ കൊണ്ടും ദുനിയാവിന്റെ ആഡംബരങ്ങളെ കൊണ്ടും സുഖങ്ങളെ കൊണ്ടുമൊക്കെയാണ് നീ നിന്റെ ഹൃദയത്തെ നിറച്ചു വെച്ചിരിക്കുന്നതും. വളരെ കഷ്ടമാണ് കേട്ടോ. നിന്റെ ഹൃദയം എന്താണ് ഹൃദയമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം വരുന്ന സ്ഥലമാണ് ഹൃദയം. നാം ധാരാളം കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. അള്ളാഹു നോക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ അള്ളാഹുവിലേക്ക് മുന്നിട്ടെന്ന് പറഞ്ഞ് കൈകെട്ടിക്കൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും മഹോന്നതനെന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും അള്ളാഹുവിനെ കൈകെട്ടി നിന്നിട്ട് അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ മൊത്തവും മുന്നിടിച്ചു, എന്റെ സർവ്വതും അള്ളാഹ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആ സമയത്ത് പോലും അള്ളാഹുവിന്റെ ചിന്ത ഓർമ്മയില്ലെങ്കിൽ മഹാ അപകടമല്ലേ സഹോദരാ? എന്താണ് നമ്മൾ ചിന്തിക്കാത്തത്? എന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്? ഗൗസുല്ലാനന്ദങ്ങൾ വളരെ വേദനയോടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ ദുനിയാവും ദുനിയാവിന്റെ ആളുകളെയും ദുനിയാവിലെ ആഡംബരങ്ങളെ കൊണ്ടുമുള്ള സന്തോഷമാണ് നീ നിറച്ചു വെച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല, നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയില്ല, ദുനിയാവിലെയും ദുനിയാവിന്റെ സുഖാഡംബരങ്ങളുടെയും ചിന്തയാണ്. അള്ളാഹുവിനോടുള്ള ഭയം നിനക്കില്ലാണ്ടായിപ്പോയത് കാരണത്താല് നീ മനസ്സിലാക്കണം കേട്ടോ. അമാ അലിംത, മോനെ നീ അറിയുമോ? അന്നൽ ഖൗഫ ശഹനത്തുൻ ഫിൽ ഖൽബി വ മുനവ്വിറുൽ ലഹു. എന്തേ നീ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിനോടുള്ള ഭയം എന്നുള്ളത് നിന്റെ ഹൃദയത്തിലുള്ള കാവൽ ഭടനാണ്, കാവൽ സേനയാണ്, കാവൽ സൈന്യമാണ്. ആര്? അള്ളാഹുവിനോടുള്ള ഭയം. അള്ളാഹുവിനോടുള്ള ഭയം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ വേണ്ട രീതിയിൽ ചെയ്തിരിക്കും. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായി നീ ഒഴിവാക്കിയിരിക്കുന്നത് ചെയ്യുകയില്ല. അപ്പൊ നീ അങ്ങനെ ചെയ്യുന്നതിന് വിരുദ്ധമായിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതിന് ഒഴിവാക്കിയും അള്ളാഹു നിരോധിച്ചതിന് നീ പ്രവർത്തിച്ചുമാണ് ജീവിക്കുന്നതെങ്കിൽ എന്താണ് സംഭവം? നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയമെന്ന കാവൽക്കാരനാകുന്ന സേനയില്ല, സൈന്യമില്ല. ആ ഭയമാകുന്ന സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വേണ്ടാത്തരങ്ങളെ തൊട്ട്, ഈ അരുതായ്മകളെ തൊട്ട് തന്നെ തടയുമായിരുന്നു. അതുകൊണ്ട് മഹാനവറുകള് തുടർന്നു പറയുന്ന പോലെ, അതുകൊണ്ട് നീ ഇങ്ങനെ ഈ മോശാവസ്ഥയിൽ തന്നെയാണ് നീ തുടരുന്നതെങ്കിൽ, നീ അള്ളാഹുവിന്റെ മാനുഭവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ നീ വളരെ നഷ്ടത്തിലാണ് കേട്ടോ. ഫഖദ് വദ്അത സലാമത ദുനിയം വ ഉഖ്റാ. ഭൗതികമായും പാരത്രികമായും നിനക്ക് യാതൊരു സമാധാനവും കിട്ടുകയില്ല, യാതൊരു രക്ഷയും കിട്ടുകയില്ല. നീ എന്തൊക്കെ ചെയ്താലും ശരി, നീ എങ്ങനെയെല്ലാം തലകുത്തി മറിഞ്ഞാലും ശരി, നീ ആരുടെയെല്ലാം അടുത്തു പോയാലും ശരി, നീ എന്തൊക്കെ ചെലവഴിച്ചാലും ശരി, നിന്റെ നില ഇതാണെങ്കിൽ ഏതാണ്? ഹൃദയത്തിൽ അള്ളാഹു തീരെ ഇല്ലാതാവുകയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമില്ലാതാവുകയും അതിൻ്റെ അതുപോലെ തന്നെ ദുഷിച്ച ആളുകളോടുള്ള ബന്ധമുണ്ടാവുകയും അള്ളാഹിന്റെ ഔലിയാക്കളോട് ബന്ധമില്ലാതിരിക്കുകയും അതുപോലെ ദുന്യാവിന്റെ ആളുകളും ദുന്യാവിന്റെ ആഡംബരങ്ങൾ കൊണ്ടാണ് എന്റെ ഹൃദയം നിറച്ച് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ, ഈ അവസ്ഥയിലാണ് നീ നിത്യമായി മുന്നോട്ട് തുടരുന്നതെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും യാതൊരുവിധ സമാധാനവും യാതൊരുവിധ രക്ഷയും നീ പ്രതീക്ഷിക്കണ്ട. അതിന് കാരണം നീ തന്നെയാണ്.
സമാധാനമാണ്. നിനക്ക് ഭൗതിക ലോകത്ത് സമാധാനം വേണോ, ഭൗതിക ലോകത്ത് രക്ഷ വേണോ, നീ മഹാന്മാരെ പിന്തുടരൂ, അള്ളാഹുവിന്റെ ഔലിയാക്കളോടൊപ്പം സഹവസിക്കൂ, നിന്റെ ആത്മാവിനെ സംസ്കരിക്കൂ, നീ അള്ളാഹുവിനെ മുറാഖബ ചെയ്ത് ജീവിക്കൂ, നീ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കൂ. എന്നാൽ നിനക്ക് ദുനിയാവിലും രക്ഷയാണ്, സമാധാനമാണ്, പാരത്രിക ലോകത്തും രക്ഷയാണ്, സമാധാനമാണ് എന്ന് മഹാനരായ തങ്ങൾ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു മഹാനവറുകള്, നീ എന്ത് ചെയ്തിരുന്നുവെങ്കിൽ അതേ സമയത്ത് നീ എങ്ങാനും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമെന്നുള്ള ഓർമ്മ, മരിക്കുമെന്നുള്ള സ്മരണ നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ദുനിയാവിനെ കൊണ്ടുള്ള നിന്റെ ഉണ്ടല്ലോ ആ അഹങ്കാരം, ആ സന്തോഷമുണ്ടല്ലോ, നിന്റെ ആഹ്ലാദം വളരെ കുറയുകയും ദുനിയാവിനെ പരിത്യജിക്കൽ, ദുനിയാവിനോടുള്ള പ്രേമം കുറയൽ അധികരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ ചോദ്യം നമ്മോട് ചോദിക്കുന്നു, മോനെ, മൻ ആഖിറുൽ മൗതു കൈഫ യഫറഹു ബിശൈഇ, അവസാനം മരണമായ ഒരുത്തൻ എങ്ങനെയാണ് ഒരു കാര്യം കൊണ്ട് സന്തോഷിക്കുക? അവസാനം മരണമായ ഒരുത്തൻ എങ്ങനെയാണ് ഒരു കാര്യം കൊണ്ട് സംസാരിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ അവസാനം മരണമാണെന്ന് ബോധ്യപ്പെട്ടാൽ, അറിഞ്ഞാൽ, ഞാൻ മരിച്ചു പോകേണ്ടവനാണെന്ന് മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു, ഓർമ്മിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെയാണ് ദുനിയാവ് കൊണ്ടോ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടോ സന്തോഷിക്കുക? അവന് സന്തോഷിക്കാനാകുമോ എന്ന് അത്ഭുതത്തോടുകൂടെ മഹാനവർ നമ്മോട് ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ അവിടെ ഹദീസ് കോട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി സാഇൻ ഗായ വ ഗായതു കുല്ലി ഹയ്യിൻ അൽ മൗത്ത്, ജനിച്ചാൽ മരിക്കുമെന്നുള്ള ഉറപ്പാണ്. മരിക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അല്ലേ? അറിയില്ല, നമുക്ക് മരിക്കാതിരിക്കാനുള്ള മരുന്നറിയോ? മരിക്കാതിരിക്കാനുള്ള മരുന്ന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ആ മരുന്ന് ജനിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ജനിച്ചു പോയാൽ എന്താവും? മരിച്ചു പോകും. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഡേറ്റ്, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തുമ്പോ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ശരി, ആ സമയത്ത് ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, എല്ലാ നടത്തക്കാരനും എല്ലാ അധ്വാനികൾക്കും അല്ലെങ്കിൽ എല്ലാ ഓട്ടക്കാരനും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ എങ്ങനെയൊക്കെ കഴിയുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും ഒരു അറ്റമുണ്ട്, ഒരു അവസാനമുണ്ട്. അതുപോലെ ജീവനുള്ള എല്ലാവരുടെയും അവസാനം അറ്റമെന്ന് പറയുന്നത് അൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ഓരോ ശരീരങ്ങളും മരണം രുചിക്കുന്നതാണ്. അങ്ങനെ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ ആര് മരിക്കാതിരിക്കണമായിരുന്നു? ആര് മരിക്കാതിരിക്കണമായിരുന്നു? എല്ലാമായ ഹബീബുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാതിരിക്കണമായിരുന്നു. ആ നബിതങ്ങൾ വരെ ഈ ബാഹ്യ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ജനിക്കുന്ന സർവരും എന്ത് ചെയ്യണം? പോകേണ്ടവരാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പോലെ, നീ മരണത്തെ ഓർത്തിരുന്നുവെങ്കിൽ ദുനിയാവിനെ കൊണ്ടും ദുനിയാവിന്റെ ആളുകളെ കൊണ്ടുമുള്ള നിന്റെ ആഹ്ലാദമുണ്ടല്ലോ, നിന്റെ സന്തോഷമുണ്ടല്ലോ, അത് വളരെ കുറയുകയും ദുനിയാ ഭൗതിക പരിത്യാഗം വളരെയധികം കൂടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നീ എന്ത് ചെയ്യുന്നില്ല? നീ എന്ത് ചെയ്യുന്നില്ല? മരണത്തെ പോലും ഓർക്കുന്നില്ല. സംഗതി മാസത്തില്, ആഴ്ചയില്, കൊല്ലത്തില് പല മരണ വീടുകളും സന്ദർശിക്കലുണ്ട്. നമ്മള് പല മയ്യത്തുകളും കാണലുണ്ട്, വേണ്ടപ്പെട്ടവര് മരിക്കലുണ്ട്, കബറടക്കാൻ പോകലുണ്ട്. അപ്പോഴും നമ്മുടെ ചിന്ത അതിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലായിരിക്കും സഹോദര? അപ്പൊ മുറാഖബയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അതാണ് പറഞ്ഞത്, നിന്റെ കൈകാര്യങ്ങള്, നിന്റെ പ്രവൃത്തികള്, നിന്റെ സംസാരങ്ങള്, നിന്റെ നടത്തങ്ങള്, നിന്റെ കാഴ്ചകള്, നിന്റെ കേൾവികള്, നിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും എന്ന് വേണ്ട നിന്റെ സർവ്വതും അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിനെ മുറാഖബ ചെയ്യുന്നവരുടെ കൈകാര്യങ്ങൾ അല്ലാത്തതായിട്ടാണല്ലോ കാണുന്നത്. ആശ്ചര്യമാണ് കേട്ടോ, അത്ഭുതമാണ് കേട്ടോ.
വിഷമം തോന്നുന്നുണ്ട് കേട്ടോ എന്നാണ് തങ്ങൾ പറഞ്ഞത്. നോക്കൂ, ഒരു സംഭവം കൂടി മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ സംഭവം എന്നറിയുമോ? മഹാന്മാർ പറയുന്നു, تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله